വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വകഭേദമായിട്ട് വരുന്നത് 25D3 ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. 25 ഹൈഡ്രോക്സി ക്ലോറി കാൽസിഫെറോൾ എന്ന് പറയും, കാൽസിഫെറോൾ. ഇത് നമ്മൾ തലച്ചോറിൻ്റെ ചില പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതിൻ്റെ ഈ D3 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഓർമ്മയെ ബാധിക്കും, ചെറുക്കത് ഓർമ്മയില്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. അതേപോലെ ഇംഗ്ലീഷിൽ പറയും ഏകാഗ്രത, അത് നഷ്ടപ്പെടും. അതേപോലെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ചില മാനസിക അവസ്ഥയിലോട്ടും മാറാറുണ്ട്. അപ്പോൾ ഈ ഹാർമോണും തൈറോയ്ഡ് ഹാർമോൺ പോലെ തന്നെ വളരെ പ്രശ്നങ്ങൾ, ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിന് പീരിയോഡിക്കായിട്ട്, ഉദാഹരണമായിട്ട് എന്നെ കാണാൻ പറ്റുന്ന പല രോഗികൾക്കും ഞാൻ ഈ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യും, ഈ D3 ലെവലൊക്കെ നോക്കാറുണ്ട്. ചെറു പറയും, സാറേ എനിക്ക് ഇന്ന ഉറക്കക്കുറവും ഇതെല്ലൊക്കെ ഉള്ളൂ, സാർ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഇതുപോലുള്ള രോഗങ്ങളുണ്ടാക്കുമെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാതെ വെറും മറ്റേ ഉറക്കക്കുറവിനും ഡിപ്രഷനും മരുന്ന് എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ വരുന്ന ഘടകങ്ങളാണ്. അതിനും വേണ്ട പരിഹാരങ്ങൾ കണ്ടേ പറ്റൂ.